ഈ ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട തിയേറ്റർ റിലീസുകളിൽ ഒന്നായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ഗർ. ഏകദേശം 10 കോടിയിലേറെ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ കുഞ്ചാക്കോ ബോബൻ സുരാജ് വെഞ്ഞാറമൂട് കോംബോയുടെ ഗർ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം നല്ല അഭിപ്രായങ്ങളല്ല ലഭ്യമായതെങ്കിൽ പോലും ആദ്യ ദിവസത്തെ ഇതിന് സമാനമായ ഒരു കളക്ഷൻ തന്നെയായിരിക്കും സിനിമയ്ക്ക് രണ്ടാം ദിവസം എന്ന ട്രാക്കിംഗ് കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നു. ഇന്നലെ ഇതേ സമയം 28 ലക്ഷത്തിൽ താഴെയായിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്നത് 26 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ആദ്യ ദിവസം 63 ലക്ഷം കേരളത്തിൽ ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്നും 60 ലക്ഷത്തോളം തന്നെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ വെറും 2 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് 1,20 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ആണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമാകാനാവാതെ പോയിട്ട് പോലും സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിൽ രണ്ടാം ദിവസം ആളുണ്ട് എന്ന് കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നു. ഒപ്പം തന്നെ ബുക്ക് മൈ ഷോ, ഫാസ്റ്റ് ഫില്ലിംഗ് ഷോ കൗണ്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ഒരുപക്ഷെ ഗർ എന്ന സിനിമ ഇക്കഴിഞ്ഞ അവധിക്കാലത്തെല്ലാം തന്നെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ കുട്ടികളും കുടുംബ പ്രേക്ഷകരെല്ലാം തന്നെ കൂടുതലായിട്ട് സിനിമ കാണാനായിട്ട് എത്തിയേനെ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ 2 ദിവസത്തെ ഇത് ഒരു ഡീസന്റ് കളക്ഷൻ മാത്രമാണ്. സിനിമയ്ക്ക് വിജയിക്കാനുള്ള കളക്ഷൻ ഒന്നും തന്നെ ഇനിയും ആയിട്ടില്ല. 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 1,50,00,000 2 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നു. നാളെ ഞായറാഴ്ച കൂടി ഭേദപ്പെട്ട ഒരു കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഗറിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് സിംഹം കൂടി അഭിനയിച്ച സിനിമയുടെ കളക്ഷനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.